ഇന്നത്തെ റെസിപ്പി പ്രോൺസിനെ കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു മഞ്ചൂരിയനാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് മഞ്ചൂരിയൻ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാൻ 500 ഗ്രാം 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തത്. കാണാനൊക്കെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വലുതന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നടുവത്ത് അതിൻ്റെ ആരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഉപ്പിട്ട് കഴുകി എടുത്തതാണ്. എന്നിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങൻ്റെ നീര് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ചില്ലി സോസ് ഇത് റെഡ് കളറാണ്, നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. സോയ സോസ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. സോയ സോസ് കൂടി പോകരുത്, ഭയങ്കര ഒരു കുത്തന ടേസ്റ്റ് ആവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിക്കുക, ഈ കോൺഫ്ലവറും മൈദയും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മളെ ചൈനീസ് ഡിഷാണ്, അപ്പം ആ ഒരു ടേസ്റ്റ്, വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്, അതായത് മുങ്ങി പൊരിയുന്നില്ല, നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പം എല്ലാം ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം തീ ഒരുപാട് അങ്ങ് കൂട്ടി വെച്ചിട്ട് കരിയിച്ച് കളയരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ മഞ്ചൂരിയൻ്റെ കളറേ മാറിപ്പോവും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെമ്മീൻ പൊരിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. വഴറ്റുന്നതൊക്കെ തീ കൂട്ടി വെച്ചിട്ടാണ്, നമ്മൾ ചൈനീസ് ഡിഷ് ഉണ്ടാക്കലൊക്കെ തീ കൂട്ടി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ക്യൂബാക്കി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുക, ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടെ ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ ചുവന്ന മുളക് ഒന്നങ്ങ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി പോവരുത്. സോയ സോസ് കൂടിയ ടേസ്റ്റ് ആകെ ഒരു കയ്പ്പ് ടേസ്റ്റിലേക്ക് വരും. പിന്നെ ചില്ലി സോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് കളർ ഇല്ലെങ്കിൽ ഗ്രീൻ ചേർത്താലും മതി. ഇനി വിനെഗർ, സുറുക്കല്ലേ, അത് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഈ സോസുകളൊക്കെ ചേർക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണേ. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയത് തീ കൂട്ടിയിട്ടാണ്, പക്ഷേ സോസ് ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും സോസ് പെട്ടെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്നങ്ങ് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ വാട്ടറിൽ കലക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക, എന്ന് വെച്ചാൽ നമ്മൾ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി പോകരുത്. ആ സോസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉപ്പ് നോക്കുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്ന വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ്റെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിന് സ്പ്രിംഗ് ഓണിയൻ, ഉള്ളിത്തണ്ടില്ലേ, അത് ഒന്ന് വിതറി കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക, കാണാനൊരു ഭംഗിക്കും. പിന്നെ കുറച്ച് എരിവും വരും, ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ്. പച്ചമുളക് ചേർക്കുന്നത് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എരിവ് വരും. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പച്ചമുളകിൻ്റെ അളവ് 1 2 ഒക്കെ ആക്കി കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക.